അമേരിക്കയിലെ ജുമാ മസ്ജിദിൽ സുബൈ നമസ്കരിക്കാൻ പോയ ഡോക്ടർ കമാൽ പാഷ ആദ്യത്തെ സഫിൽ കയറിയിരുന്നപ്പോ അമേരിക്കയിലെ ജുമാ മസ്ജിദിലെ മുഅദ്ദിൻ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഹാഫിളാണോ? ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല. എങ്കിൽ മൂന്നാമത്തെ സഫിലോട്ട് ഇറങ്ങിയിരിക്കുക. ഡോക്ടർ കമാൽ പാഷ എന്ന ലോക പ്രശസ്തനായ സഞ്ചാരി അദ്ദേഹം പറയുന്ന, ഒരു ഹാഫിളാവാൻ കഴിയാത്തതിൽ ഞാൻ വല്ലാതെ സങ്കോചിച്ചു പോയ സമയം ഞാൻ മൂന്നാമത്തെ സഫിലോട്ട് ഇറങ്ങി നിന്നു. കാരണം ചോദിച്ചപ്പോ പറഞ്ഞു, ഈ പള്ളിയിലെ ആദ്യത്തെ 2 സഫുകളിൽ മുഴുവനും ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളായിരിക്കുക. അമേരിക്കയിലെ ജുമാ മസ്ജിദിലെ ആദ്യത്തെ 2 സഫുകളിൽ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളാണ് നമസ്കരിക്കാൻ നിൽക്കുക. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ആ യാത്രാമധ്യേ ഞാൻ ദക്ഷിണാഫ്രിക്കയിലെ ഒരു ചെറിയ കുഗ്രാമത്തിലെത്തി. കറുത്ത വർഗ്ഗക്കാർ ശരീരത്തിന് നിറം നൽകുന്ന മെലനിൻ എന്ന രാസവസ്തു കുറഞ്ഞു പോയതിന്റെ പേരിൽ കറുത്ത വർഗ്ഗക്കാരായി കറുത്ത ചുരുണ്ട മുടിയുണ്ടാകുന്ന യാതൊരുവിധ വിദ്യാഭ്യാസം തൊട്ടു തീണ്ടാത്ത ദക്ഷിണാഫ്രിക്കയിലെ പട്ടിണി കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന ദക്ഷിണാഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിൽ നടന്നുപോയ അദ്ദേഹം യാത്രാമധ്യേ അവിടെ നിന്നൊരു കൊച്ചുകുട്ടിയോട് വഴി ചോദിച്ചു. ആ കുട്ടി മറുപടി പറഞ്ഞത് ഖുർആൻ ഒരു ആയത്ത് കൊണ്ടായിരുന്നു. രണ്ടാമത് നടന്നു പോകുന്നവർ ഒരു സ്ത്രീയെ കണ്ടു വഴി ചോദിച്ചു. അദ്ദേഹം ആ സ്ത്രീ മറുപടി പറഞ്ഞത് വേറെ ഖുർആൻ ആയത്ത് കൊണ്ടായിരുന്നു. കമാൽ പാഷ എഴുതുന്നുണ്ട്, ആ ഗ്രാമത്തിൽ ഞാൻ സംസാരിച്ച മുഴുവൻ ആളുകളും എന്നോട് മറുപടി പറഞ്ഞ ഖുർആന്റെ ആയത്ത് കൊണ്ടായി. അന്വേഷിച്ചപ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു, ഈ ഗ്രാമത്തിലെ കറുത്ത വർഗ്ഗക്കാരായ മുഴുവൻ ആണും പെണ്ണും ചെറുതും വലുതുമടക്കം മുഴുവൻ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞത് പച്ച പരിഷ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് പറയപ്പെടുന്ന ഒരു നാഗരിക ജനതയുടെ കഥ. രണ്ടാമത് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസവും വിവരവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു കുഗ്രാമത്തിന്റെ കഥ. ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഈ മഹല്ലില് കിഴക്കേക്കുഴി മഹല്ല് ജുമാ മസ്ജിദിന്റെ ആദ്യത്തെ 2 സഫിൽ ഖുർആൻ മനപ്പാഠമാക്കുന്ന ഹാഫിളീങ്ങളെ ഇരുത്താൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുനാക്കി തരട്ടെ. നമ്മുടെ ഒരു സ്വപ്നമാണ്. മാർട്ടിൻ ലൂതർ കിങ് പണ്ട് പ്രസംഗിച്ചത് മാതിരി, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഇതിന്റെ നടത്തിപ്പുകാരായ ബഹുമാനരായ ഫിറോസ് ഖാൻ സാഹിബിനോടും കുടുംബത്തോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യു ഹാവ് എ ഡ്രീം, ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഈ പള്ളിയുടെ ആദ്യത്തെ 2 സഫ് മുഴുവനും ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളെ ഇരുത്താൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും അപൂർവമായ ഒരു മഹല്ല് ജുമാ മസ്ജിദാക്കാൻ ഈ സ്ഥാപനം കൊണ്ട് കഴിയണം എന്ന ഉറപ്പോടുകൂടി മുമ്പോട്ട് പോവുക. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. അല്ലാഹുവിന്റെ സഹായം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതിനോടൊപ്പം ഇന്നു മുതൽ ഈ സ്ഥാപനത്തിന്റെ ഒരു അഭ്യുദയകാംക്ഷിയായി ഗുണകാംക്ഷിയായി ഞാനും ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കിടക്കും. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ വാക്കുകൾക്ക് ഒടുങ്ങാത്ത, വാക്കുകൾക്ക് വഴങ്ങിത്തരാത്ത, ചരിത്രകാരനെ രേഖപ്പെടുത്താൻ കഴിയാത്ത, തൂലിക പോലും നിശബ്ദമായി പുറകോട്ട് വാങ്ങുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവമായ 4 അക്ഷരമാണ് ഖുർആൻ. കാപാലികതയും മൃഗീയതയും മാത്രം ജീവിതത്തിന്റെ ധർമ്മബോധങ്ങളില്ലാത്ത വിളനിലത്തിന്റെ ആസുര ഭാവങ്ങളാക്കി മാറ്റിയ, മാനുഷികത മുഴുവനും മരുഭൂമിയിൽ കുടിച്ചുമൂടിയ, കരിങ്കൽ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും പ്രണമിച്ചു നിന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ വനാന്തരത്തിൽ ചോര തുടിക്കുന്ന കത്തിയുമായി കാത്തിരിക്കുമ്പോൾ തന്റെ കത്തിയുടെ മണം മാറ്റാൻ, തന്റെ വാളിന്റെ ദാഹം തീർക്കാൻ ഒരു മനുഷ്യനെ പോലും കിട്ടാതെ വിരമിച്ചിരിക്കുമ്പോൾ ആ സമയത്ത് കടന്നു വരുന്നത് തന്റെ സ്വന്തം പിതാവാണെങ്കിൽ, അന്നൊരു ദിവസം വാളിൽ ചോരമണക്കാതെ ഉറയിലിടാനുള്ള വൈമനസ്യം കൊണ്ട് എന്റെ പിതാവിന്റെ പള്ളയിലേക്ക് ഞാൻ എന്റെ വാൾ തലപ്പ് കുത്തിക്കയറ്റി എന്ന് കഅബാലയത്തിന്റെ മത്താഫിലെ ചാരിയിരുന്നു കൊണ്ട് വീരവാദം പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ്യത്തിന്റെ അഭിനേതാക്കളുടെ മുമ്പിൽ സ്വന്തം പെണ്ണിനോട് പോലും ക്രൂരതയോടെ പെരുമാറാൻ മാത്രം പഠിച്ച മനസ്സിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ മഹനീയമായ ഭാവങ്ങൾ മുഴുവനും വറ്റിപ്പോയ ഒരു ആസുര ജനതയുടെ നടുവിൽ ഇവരെ എങ്ങനെയാണ് സത്യത്തിന്റെ പ്രകാശം കൊടുക്കുന്നതെന്നറിയാൻ ആകുലനായി വ്യാകുലനായി സ്വന്തം നാടിന്റെ മറുഭാഗത്തുള്ള ഒരു ഗുഹയുടെ വന്യമായ ഇരുണ്ട നിശബ്ദതയിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ആ സമൂഹത്തിന്റെ പ്രതിനിധിയായ ഒരു 40 വയസ്സുകാരന്റെ മനസ്സിലെ ഖിന്നമായ ഭാവങ്ങൾക്ക് വിരാമം സൃഷ്ടിച്ചുകൊണ്ട് ആകാശലോകത്ത് നിന്ന് ആദ്യമായി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പ്രപഞ്ച സിട്ടാവിന്റെ വഹിയുമായി കടന്നു വന്ന റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ
അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി കടന്നു വന്നുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന വായനയുടെ പുനർവായനയുടെ സത്യസാക്ഷ്യവുമായി ആ നൂറ്റാണ്ടിലേക്ക് നന്മയുടെ വെളിച്ചം കൊടുക്കാൻ വേണ്ടി കടന്നു വന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ലോകത്തിലെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹിറാ ഗുഹയുടെ വന്യമായ ഇടനാടികളുടെ ഏറ്റവും വലിയ ഭീതിപ്പെടുത്തുന്ന ഏകാന്തതയിൽ തനിക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഖ്റ എന്ന ആദ്യത്തെ പ്രഥമ പഞ്ചസൂക്തങ്ങളുമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ജബൽ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലോട്ട് കടന്നു നിന്ന് തന്റെ മുമ്പിൽ വന്നു നിന്ന ചിരപരിചിതരായ തന്റെ ബന്ധുക്കളായ തന്റെ മിത്രങ്ങളായ തന്റെ കുടുംബാംഗങ്ങളായ ആയിരക്കണക്കിന് ആളുകളോട് ആദ്യമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൊടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ആദ്യമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിചയപ്പെടുത്തുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത് സ്വർഗത്തെ കുറിച്ചായിരുന്നില്ല, ഭീതിപ്പെടുത്തുന്ന നരകത്തെ കുറിച്ചായിരുന്നില്ല, നാളെ പാരവശ്യതയോടെ പരേക്ഷണങ്ങൾ പരിഭ്രാന്തരായി നീന്തിപ്പോകുന്ന മഹിഷറയെ കുറിച്ചായിരുന്നില്ല, ഏറ്റവും വലിയ നീതിതുലാസിനെ കുറിച്ചായിരുന്നില്ല. തന്റെ മുമ്പിലോട്ട് വന്ന ആളുകളോട് ആദ്യമായി മദ്യം പാപമാണെന്നല്ല പറഞ്ഞത്, പലിശ വർജിക്കണമെന്നല്ല പറഞ്ഞത്, ഈ പെണ്ണിനെ ജീവനോട് കുടിച്ചു മൂടണമെന്നല്ല പറഞ്ഞത്. 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യത്വം എത്തിപ്പോയ മനുഷ്യരുടെ ഉള്ളിലേക്ക് ശ്ലീലമേതാണ് അശ്ലീലമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജനതയോട് ആദ്യമായി പറഞ്ഞു കൊടുത്തത്, ഈ പറയുന്ന എല്ലാ സാമൂഹിക തിന്മകൾക്കും ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങളറിയണം ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തെ മുഴുവനെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോകുന്ന ഈ ഭൂമിയെ സൃഷ്ടിച്ച, ഈ സൂര്യനെ സൃഷ്ടിച്ച, ഈ താരാപഥങ്ങളെ, ഈ നബൂലകളെ, ഈ ഗാലക്സികളെ, ഈ ഉൽക്കകളെ, ഈ തരം തല്ലി നടക്കുന്ന തിരമാലകളെ, ആ തിരമാലകളുടെ ഉള്ളിലൂടെ പഠിച്ചു നീന്തി പോകുന്ന മണൽ മത്സ്യങ്ങളെ, എല്ലാത്തിനെയും ഈ സസ്യലതാദികളെ, ഈ വൃക്ഷതരുലതാദികളെ മുഴുവനെ പരിപാലിച്ച് സംഹരിച്ചു പോകുന്ന ഏകനായൊരു പടച്ചതമ്പുരാനുണ്ടെന്ന് എല്ലാം ഒരു ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഈ പർവ്വതങ്ങളും ഈ ഗിരിശൃംഗങ്ങളും ഈ സൂര്യനും ഈ ചന്ദ്രനും നിങ്ങൾ കാണുന്ന ഗോചരവും അഗോചരവുമായ എല്ലാ സകലമാന വസ്തുക്കളും ഈ മനുഷ്യനും ഈ മൃഗങ്ങളും ഈ നാൽക്കാലികളും ഏകകോശ ജീവിയായ അമീബയടക്കമുള്ള എല്ലാ സർവ്വതരാതരങ്ങളും ആ തരാതരങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഓമാ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം പടക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾ അറിയണേ, എല്ലാവരും അറിയേണ്ട സത്യമേതാണ്. ഈ ആകാശവും ഈ ഭൂമിയും ഈ ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വധരാധരങ്ങളും അതിനെയൊന്നല്ല ഇത് ഒരു കളിതമാശയായി സൃഷ്ടിക്കപ്പെട്ടതല്ല, അവരൊറ്റ ദിവസം കൊണ്ട് മുളച്ചു പൊന്തിയതല്ല, ഈ സൂര്യനോട് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലുണ്ടായതല്ല, ഈ സൂര്യൻ ആരും അറിയാതെ കിടക്കുതിച്ചതല്ല, ഈ ചന്ദ്രൻ രാത്രി പോയപ്പോ ആരും അറിയാതെ വന്നതല്ല. ഇതിന്റെ എല്ലാ പുറകിലൊരു സിദ്ധാവുണ്ട്. ആ സിദ്ധാവാണ് ഒരു കളിതമാശയായി സൃഷ്ടിക്കണമെങ്കിൽ എന്റെ കളിയാത്തരങ്ങാണ്. എല്ലാം ഞാനാണ് പടച്ചത്, എല്ലാം ഞാനാണ് നിയന്ത്രിക്കുന്നത്, എല്ലാം എന്റെ കീഴിലാണ്. ഞാൻ അറിയാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. എല്ലാം രേഖപ്പെടുത്തി വെച്ചത് ഞാനാണ്. ഭാവിയും ഭൂതവും വർത്തമാനവും അറിഞ്ഞതും അറിയാത്തതും രഹസ്യവും പരസ്യമായതും നെഞ്ചിന്റെ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചതും കണ്ണിന്റെ ഉള്ളിൽ ആരും അറിയാതെ വന്നു പോയതും എല്ലാം അറിയുന്ന ഒരു തമ്പുരാനുണ്ട്. ഇതെല്ലാം എന്റേതാണ്. ഞാൻ അറിയാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. അവനാണ്. അല്ലാഹു
അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ ഏകനാണ്, അവൻ ജാതനല്ല, അവൻ ഭൂജാതനല്ല, അവൻ സമാനനല്ല, അവൻ നിരാശ്രയനാണ്, അവൻ പരാശ്രയനല്ല. അതുകൊണ്ട് ശാസ്ത്രലോകമേ ദൈവഗണം കണ്ടുപിടിച്ചപ്പോ ദൈവത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചവര്, നാസ എന്ന ബഹിരാകാശ കേന്ദ്രത്തിൽ ആകാശത്തിലേക്ക് നോക്കി ചൊവ്വയിലെ വെള്ളം കണ്ടുപിടിച്ചവനെ, സൂര്യനായുസ് നിശ്ചയിച്ചവനെ, 500 കോടി വർഷം മാത്രമേ 500 വർഷം മാത്രമേ ഇനി സൂര്യനെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞവനെ ഇല്ല ഇല്ല. വശംസു തജ്രി ലിമുസ്തഖരില്ല. ഈ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്, അത് പടിഞ്ഞാറൻ ചക്രവാളത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട്. അത് രാവിലെ നാളെ അരുണോദയത്തിന്റെ പുണ്യപ്രഭാതമായി നാളെ ഉദിക്കുന്നുണ്ട്. ആർക്കും അതിന്റെ ആയുസ് നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ ഖുർആൻ ആരോടാണ് പറയുന്നത്? അബൂബക്കറിനോട്, ഉത്തമത്തിനോട്, ശൈബത്തിനോട്. ഭ്രമണപഥത്തെ കുറിച്ച് ഈ സൂര്യനൊരു ഭ്രമണപഥമുണ്ടെന്ന് ഒട്ടകമല്ലാതെ മറ്റൊരു വാഹനത്തിൽ കയറിയിട്ടില്ലാത്ത അബൂജഹലിനോട് ബിഫോർ 1500 years ago 1500 വർഷം മുമ്പ് അബൂജഹലിനോട് ഖുർആൻ പറയുകയാണ് സൂര്യനൊരു ഭ്രമണപഥമുണ്ടെന്ന്. പറയാൻ കഴിഞ്ഞ ഖുർആൻ അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണുള്ളത്? ഏറ്റവും വലിയ അത്ഭുതം അബൂജഹലിനോട് ഖുർആൻ പറയുന്നത് ലാത്തയെയും ഉസ്സയെയും കുറിച്ചിട്ടല്ല. 1500 വർഷങ്ങൾക്കപ്പുറം സ്ത്രീകൾ നന്നായിട്ട് കെട്ടിരിക്കണം. ആദ്യം ചിലപ്പോൾ ദഹിക്കണമെന്നില്ല, പക്ഷെ ഖുർആനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എന്റെ മുമ്പിൽ ഒരു ദൗത്യമാണ്. കാരണം നമ്മൾ ഈ കയറി ഉണ്ടംപൊരി തിന്നുന്ന ലാഘവത്വത്തോടെ ഖുർആൻ എന്ന് പറയുന്ന ഈ കുട്ടികൾ 6666 ആയത്തുകൾ, ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹാഫിളായ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാ? ഹാഫിൾ എത്ര വയസ്സ്? 12 വയസ്സ്. 12 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോകരഹസ്യങ്ങളുടെ ചുരുളുകൾ ഒതുക്കി വെക്കാൻ എത്ര വർഷം കൊണ്ട് ഹാഫിളായത്? 2.5 വർഷം കൊണ്ട് കഴിഞ്ഞെങ്കിൽ മോനെ വർക്കലയിൽ സാമാന്യ ബുദ്ധിയില്ലാത്തൊരു കൊച്ചുകുട്ടിയുടെ മന്ദബുദ്ധിയാണ് ആ കുട്ടി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വന്ന് 10,000ങ്ങളുടെ മുമ്പിൽ നന്നായി സംസാരിക്കാൻ അറിയാത്ത, അമ്മേ ഉപ്പ എന്ന് വിളിക്കാൻ അറിയാത്ത ഒരു മന്ദബുദ്ധിയായ ബുദ്ധിമാന്യം സംഭവിച്ച 7 വയസ്സുകാരന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ അതിന്റെ ഉള്ളിൽ ഭംഗിയായി സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ഭഗവത്ഗീത മുഴുവനും കാണാതെ പഠിച്ചൊരു ഹൈന്ദവ പുരോഹിതൻ ചരിത്രത്തിലില്ല. ബൈബിൾ മുഴുവനെ കാണാതെ പഠിച്ച ഒരു ക്രൈസ്തവ പുരോഹിതൻ ചരിത്രത്തിലില്ല. പോപ്പിന് പോലും, വത്തിക്കാനിലെ പോപ്പിന് പോലും ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും പൂർണ്ണമായിട്ട് അറിയില്ല. ഇവിടുത്തെ 12 വയസ്സുകാരന് ഖുർആൻ മുഴുവനും കാണാതെ അറിയാം. ഖുർആൻ ഒരു അമാനുഷികമാണ്. എന്തുകൊണ്ട്? എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ അബൂജഹലിനോടാണ് പറയുന്നത്. അബൂജഹലെ, അന്ന് ഒട്ടകമല്ലാതെ വേറൊരു വാഹനത്തിൽ അവർ കയറിയിട്ടില്ല. ആയത്തിറങ്ങി വശംസ് തജ്രീരി മുസ്തഖരില്ല. ഈ സൂര്യനൊരു ഭ്രമണപഥമുണ്ട്. അബൂജഹൽ ഭ്രമണപഥം പോയിട്ട് ഭ്രമണം തന്നെ നഷ്ടപ്പെട്ടു പോയ ആളാണ് അബൂജഹൽ.